ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പി ജയരാജൻ. പി ജയരാജനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടിപ്പോൾ 2 ദിവസമാകുന്നു. എന്താണ് ഈ വിഷയത്തിൽ പാർട്ടി മിണ്ടാത്തത്? സ്മൃതി, അത് ഈ വിഷയത്തിൽ മനു തോമസ് ഉന്നയിച്ച വിഷയമാണല്ലോ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അപ്പോൾ അതിൽ മനു CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരായ നിലപാട് സ്വീകരിക്കുകയോ വിമർശിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇടതുപക്ഷത്തിന് പൊതുവിലായിട്ടും അദ്ദേഹത്തിന് വിമർശനമില്ല. പക്ഷേ CPIM നേതാക്കളുമായിട്ടും പ്രത്യേകിച്ചും പി ജയരാജനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനമുള്ളത്. ആ കാര്യത്തിൽ 2 ദിവസം മുമ്പ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. നമ്മളെല്ലാവരും കാണുകയും ചെയ്തതാണല്ലോ അത്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ച് പോയതിന് ശേഷം പിറ്റേന്ന് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇതുമായി ബന്ധപ്പെട്ട് മനു തോമസിൻ്റെ വ്യാപാര ബന്ധങ്ങളൊക്കെയാണല്ലോ വിഷയമാക്കിയത്. ആ വിഷയമാണ് പിന്നീട് മനു തോമസിനെയും പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്ന് വ്യക്തം. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നീടും പക്ഷേ CPIMനോടല്ല ജയരാജനോടാണ് പ്രശ്നം. അപ്പോൾ അതിലെൻ്റെ ഒരു അഭിപ്രായം, അങ്ങനെ ഈ ജില്ലാ സെക്രട്ടറി വ്യക്തമായി നിലപാട് പറഞ്ഞൊരു കാര്യത്തിൽ അതിനുശേഷം അതിൻ്റെ പിറ്റേന്ന് മറ്റൊരു ദിശയിലേക്ക് ഈ ചർച്ച വഴിമാറുന്ന രീതിയിലേക്ക് പി ജയരാജൻ്റെ പോസ്റ്റ് ഇടേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു പാർട്ടിയോട് ആലോചിക്കാതെ. അതാണ് ആ തരത്തിലുള്ളൊരു പ്രകോപനം മനു തോമസിനുണ്ടാക്കിയെന്നാണല്ലോ മനസ്സിലാവുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതേസമയം ഇത് ഈ ഏത് നിലയ്ക്കാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത് കൈകാര്യം ചെയ്യേണ്ട രീതി കൊണ്ടുവരുന്നതിന് പകരം അങ്ങനെ ഈ പി ജയരാജൻ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് എല്ലാ ആദരവും ബഹുമാനവും ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പി ജയരാജൻ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചൊരു വിഷയത്തിൽ. പക്ഷേ ആ പോസ്റ്റ് പിന്നീടിട്ടു. അതിന് മറുപടി മനു പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ഖാദി ബോർഡ് വൈസ് ചെയർമാനാണ്. എന്നാൽ ഖാദി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടോ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടോ പി ജയരാജൻ എന്ന വൈസ് ചെയർമാനായിട്ട് ബന്ധപ്പെട്ടോ ഒരു തർക്കം മനു തോമസ് ഉന്നയിച്ചിട്ടില്ല. മറ്റു വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ സർക്കാരോ പാർട്ടിയോ ആ കാര്യത്തിൽ സർക്കാർ മറുപടി പറയണം എന്നുള്ള നിലപാടിൽ അർത്ഥമില്ല എന്നുള്ള ഒരു സമീപനമാണ് CPIMനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ മറുപടി പറയേണ്ടതില്ല ഇക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടുമുള്ളത്. പിന്നെ CPIMന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുമുണ്ട്. ധാർമ്മികമായി സ്വാഭാവികമായ ഉത്തരവാദിത്വം ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആ പാർട്ടി ആലോചിക്കുമായിരിക്കും. ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മറുപടി പറയുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ധാർമ്മികമായ ഉത്തരവാദിത്വം, നിയമപരമായ ഉത്തരവാദിത്വമോ പാർട്ടിപരമായ ഉത്തരവാദിത്വമോ അതിനുപരിയായിട്ട് ഈ ഒരു ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് CPIMന് മറുപടി പറയേണ്ട ഒരാവശ്യം അടുത്ത ദിവസങ്ങളിൽ അവർ നിർവഹിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് സമയമായിട്ടില്ല അല്ലേ? സമയമായിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത് പോലല്ലോ. അവർക്ക് സംഘടന ശ്രീ എം ജയചന്ദ്രൻ MV ജയരാജനെ മറികടന്ന്, അതല്ലെങ്കിൽ MV ജയരാജൻ വാർത്താ സമ്മേളനം നടത്തിയ ശേഷം അതിന്മേൽ ഒരു കൂടുതൽ പറയുക എന്ന രൂപത്തിൽ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് പി ജയരാജൻ പ്രതികരിക്കുന്നു? പി ജയരാജൻ ഇപ്പോൾ പിന്തുണ വന്നിരിക്കുന്നത് എവിടെ നിന്ന് എന്ന വിഷയം കൂടി ഉയരുന്നുണ്ടല്ലോ. ആരാണ് പി ജയരാജന് പ്രതിരോധം തീർത്തെത്തിയിരിക്കുന്നത്? ആരാണ്? ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത്, എന്താണോ ആരോപണം ഉന്നയിച്ചത്, ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള സഹായം, പിന്തുണ ഇപ്പോൾ ഒരു ഭാഗത്തുനിന്ന് വരുന്നു, കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് വരികയാണ്. ഇത്രയും ഗുരുതരമായ വിഷയം പരസ്യമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാണുന്ന രൂപത്തിലുണ്ടായിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗത്തോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടുകയോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഒരു നിലപാട് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അതിന്മേൽ സമയമായിട്ടില്ല. താങ്കൾ പറഞ്ഞ ഈ ധാർമ്മികമായ വശം, ആ ധാർമ്മികമായ വശത്തിന് ഇനിയും മുഹൂർത്തമായിട്ടില്ല എന്നാണോ? ഇതിൻ്റെ നാളും നേരവും മുഹൂർത്തവും ആ പ്രശ്നമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പ്രശ്നം വാസ്തവത്തിൽ ഉണ്ടാകുന്നത് തന്നെ 2021 ജൂൺ 21 കോഴിക്കോട് രാമനാട്ടുകരയിലെ സംഭവം ഉണ്ടല്ലോ, 5 പേരുടെ മരണത്തിനിടയാക്കിയത്. അതിനെ തുടർന്നുള്ള കൊട്ടേഷൻ സംഘം എന്നുള്ള ആ ഒരു ഇതിലേക്ക് തന്നെ കാര്യങ്ങൾ വിശദമായി പിന്നീട് വരുന്നത്. ആ അതിനുശേഷമുള്ള ജൂലൈയിൽ തന്നെ കണ്ണൂരിൽ DYFIയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 3800ഓളം കേന്ദ്രങ്ങളിൽ പ്രചാരണം നടത്തുന്നുണ്ട് ഇതിനെതിരായിട്ട്.
എന്തിന് മനു തോമസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നല്ലോ ആ സമയത്ത് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് തന്നെ പദയാത്ര നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ഉടനീളം ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ 2022 ഏപ്രിലിൽ മനു തോമസ് ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് അദ്ദേഹം കൂടെ അംഗമായിട്ടുള്ള ജില്ലാ കമ്മിറ്റിക്ക് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് അദ്ദേഹം പരാതി വെക്കുന്നുണ്ട്, രേഖാമൂലം പരാതി നൽകുന്നുണ്ട്. ആ പരാതിയിൽ പിന്നെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ഷാജിറിനെ കൂടെ ചേർത്ത് അദ്ദേഹം ചില കൊട്ടേഷൻ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന വേറൊരു ഘട്ടമുണ്ട്. അത് മറ്റൊരു സംഗതിയാണ്. പക്ഷേ ഷാജിറിനെ കേന്ദ്രീകരിച്ചാണ് പിന്നീട് മനു തോമസിന്റെ പരാതികൾ ഏതാണ്ട് നിൽക്കുന്നത്. പക്ഷേ പിന്നീട് അന്വേഷിച്ചിട്ട് മനു തോമസിന് നൽകുന്ന മറുപടിയിൽ അല്ലെങ്കിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിൽ ഒരു ജാഗ്രത കുറവുണ്ടായി ഷാജിറിന് എന്നുള്ളതാണ് പിന്നെ കണ്ണൂർ ജില്ലാ ഘടകം കണ്ടത്. എന്താണ് ജാഗ്രത കുറവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രീ എം ജയേന്ദ്രൻ, ജാഗ്രത കുറവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? 2021 താങ്കൾ ഈ പറഞ്ഞ പോലെ വലിയ പ്രതിഷേധം 2021 കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ജൂലൈ 5 ജില്ലയിൽ 3801 കേന്ദ്രങ്ങളിലാണ് ഡിവൈഎഫ്ഐ പ്രചാരണം നടത്തിയത്. എന്നിട്ട് 2022 ഡിസംബറിൽ തില്ലങ്കേരി പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് മത്സരത്തിൽ ആകാശ് തില്ലങ്കേരിക്ക് ഷാജർ ട്രോഫി നൽകിയിരിക്കുന്നു. 2022 ട്രോഫി നൽകിയിരിക്കുകയാണ്. എന്നിട്ട് ആ പടമൊക്കെ അഭിമാനത്തോടു കൂടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ തില്ലങ്കേരി അല്ലേ, ആകാശ് തില്ലങ്കേരി. അതിനെതിരെ തില്ലങ്കേരി തള്ളിപ്പറയാൻ പി ജയരാജനെ തന്നെ പാർട്ടി നിയോഗിക്കുന്നു. അങ്ങനെ പി ജയരാജൻ തില്ലങ്കേരിയെ തള്ളി പറഞ്ഞ ശേഷം ഈ ആകാശ് തില്ലങ്കേരിയൊക്കെ എടുത്ത നിലപാട് എന്താണെന്ന് അറിയാമല്ലോ. എന്താണ് പറഞ്ഞത്? ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയും എന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. എന്നിട്ടിപ്പോൾ അവർ തന്നെ പി ജയരാജന്റെ രക്ഷകരായി എത്തുന്നു. ഇതിനൊക്കെ ജനത്തോട് മറുപടി പറയണ്ടേ? ഇടയ്ക്ക് പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ നിൽക്കുന്ന കൂട്ടുകാരാണ്. പി ജയരാജനെ രക്ഷപ്പെടുത്താൻ അവരെത്തുന്നു എന്ന് പറയുമ്പോൾ, സ്മൃതി ഇപ്പം അങ്ങനെ പറയുമ്പോൾ പി ജയരാജൻ ഏതെങ്കിലും ആപത്തിൽ അകപ്പെട്ടിരിക്കുകയാണോ ഇപ്പോൾ? എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. പി ജയരാജൻ എന്തെങ്കിലും ആപത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ? എന്താണ് ആപത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്ടിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ലേ? രക്ഷപ്പെടുത്താനായിട്ട് പാർട്ടിക്ക് സംഘത്തിന്റെ തലവന്മാർ എന്തോ രക്ഷപ്പെടുത്താനല്ല, പിന്തുണ പാർട്ടിക്ക് മനു തോമസ് ഉന്നയിച്ച ആരോപണത്തിന് പി ജയരാജൻ ഒരു പോസ്റ്റ് ഇടുന്നു. അതിന് പിന്തുണയുമായി വരികയാണ്. ആ പിന്തുണ എന്തിനാണ്? അല്ല, രക്ഷപ്പെടുക എന്ന് വെച്ചാൽ എന്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. അല്ല, ഓക്കെ. അല്ല, ഞാൻ അങ്ങനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ കാരണം പിന്നെ പി ജയരാജനെ രക്ഷപ്പെടുത്താനായി ഇന്ന കക്ഷികൾ വരുന്നുവെന്ന് സ്മൃതി ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചത്. അങ്ങനെ അല്ലെങ്കിൽ ഓക്കെ, തർക്കമില്ല. എനിക്കതിനകത്ത് പിന്നെ മറ്റു തർക്കങ്ങളില്ല. ഇനി പിന്നെ ഇവര് മറ്റാരോ ഇട്ട പോസ്റ്റിന്റെ ചുവട്ടിൽ അവരുടെ കമന്റ് ഇട്ടു. അതിങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. വളരെ മോശപ്പെട്ട രീതിയിൽ മനു തോമസിനെ ഏതാണ്ട് ഭീഷണിയുണ്ടെന്ന് നമുക്ക് വായിക്കുന്നവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് വന്നത്. അത് പിന്നീട് പിൻവലിക്കപ്പെട്ടെങ്കിലും അതവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് എന്തുകൊണ്ടാണ്? അത് CPM പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. CPM അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സംവിധാനമല്ലല്ലോ കണ്ണൂര്. ഇപ്പം MV ജയരാജൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, സ്മൃതിക്ക് പ്രത്യേകിച്ചും അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകം തന്നെ. പക്ഷെ പിന്നീട് അദ്ദേഹമല്ല, MV ജയരാജനോ മറ്റാരെങ്കിലുമോ അല്ല, പി ജയരാജനാണ് ഇതിൻ്റെ അത് ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്, അതിന് വിമർശന വിധേയനാക്കുന്നത് മനു തോമസ് ആണ്. അതിന് അദ്ദേഹത്തിൻ്റെ കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ട് മനുവിന് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ അതാണ് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് സ്മൃതി. അതാണ് ഞാൻ എല്ലാവരും ശ്രീ ജയേന്ദ്രൻ മനു സ്പെസിഫിക് ആയിട്ട് പാർട്ടിക്കകത്ത് പറഞ്ഞു, ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് മനസ്സിലായിട്ട് അല്ലല്ല അത് പറഞ്ഞോളും. ഇപ്പൊ മനു പറയാത്തതാണോ പ്രശ്നം? പറഞ്ഞിടത്തോളം ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുമേൽ പാർട്ടി എന്താണ് വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. പാർട്ടി ഇതുവരെ മിണ്ടുന്നില്ല. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ പി ജയരാജനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാട് പാർട്ടി എടുക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.